മനുഷ്യർക്ക് ജീവിക്കേണ്ട കുറെ ക്രിമിനലുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇൻഷുറൻസ് ഉണ്ടാക്കി തിന്നണം. ശ്രീരാജപ്പണിക്കർ എന്നെ പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണം. പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണം. അപ്പൊ എന്റെ പേര് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണം. പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് കുറെ അവളുമാർക്ക് എന്നെ പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണം. അവളുമാർക്ക് എന്നെ പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണം. ഈ ഇൻഷുറൻസ് എന്നെ പീഡിപ്പിച്ച് എന്റെ മുടി കൊഴിക്കുക, എന്റെ കുളികം കഴിക്കുക, എന്റെ മോപ്പറ്റോട് അമിത് കഴിക്കുക, കരടി രോഗം എന്ന് പറയുക, അങ്ങനെയൊക്കെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണമെന്ന് ഇവിടുമാർക്കൊക്കെ എന്നെ പീഡിപ്പിച്ച് ഇൻഷുറൻസ് വാങ്ങിച്ച് തിന്നണമെന്ന് ഇവിടുമാരെല്ലാം നടക്കുക. ഇങ്ങനെ ഇവിടെ കുറെ പീഡിപ്പിച്ച് തിന്നതാ. ഇങ്ങനെ മുരളിയെ ഒത്തിരി പീഡിപ്പിച്ച് തിന്നതാ. മുരളിയെ ഒരു തമിഴനെ കെട്ടി ഒത്തിരി പീഡിപ്പിച്ച് തിന്നവനെ. അവിടെ ഇവിടെയെല്ലാം ഓടിച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറഞ്ഞ് കൊന്നു കെട്ടി തൂക്കി. അതുപോലെ എന്നെ നോക്കി. അതിന് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സമയമുണ്ടാക്കാനായിരുന്നു സുബ്രഹ്മണ്യൻ എന്നും വൈകിട്ട് പിന്നെ വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അവന്റെ പേരില് ഇവന്റെ മോന്റെ പേരിലുള്ള ഇൻഷുറൻസ് ഒക്കെ എന്നെ കൊന്നേറ്റ് അങ്ങോട്ട് ജനുവിലങ്ങൾ അതിലേക്ക് ഇതൊക്കെ പങ്കൊക്കെ എടുക്കാനായിട്ടുണ്ട്. അവന്റെ മോനെ ഇങ്ങനെ രാത്രി ഇതുവഴി നടത്തുകയാണ്. എല്ലാം എന്നെ തെളിവ് ഞാൻ അപ്ലോഡ് ചെയ്യല്ല. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ നടത്തിയേക്ക് പിന്നെ അതൊന്നും റെഡിയാകാതെ വന്നപ്പോഴേക്ക് 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചേക്ക് ഡ്രാമ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഡ്രാമ എന്നിട്ട് എന്നെ കൊല്ലാനൊക്കെ ആയിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ കുട്ടൻ പിന്നെ ഒരു പ്ലാമൂട്ടിലെ കുഞ്ഞുമോൻ അവനായിരിക്കും അവന്റെ വീട്ടിലായിരിക്കും ഞാൻ എന്തുവാ പ്രമാണം വെച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സഭ ഉണ്ടാക്കി. അവനിങ്ങനെ പൈസ കൊടുക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം തീരുമാനം തോന്നുന്നു. അങ്ങനെയൊക്കെ ആക്കി ഇവിടെ കുറെ അമ്മ ഇങ്ങനെ ഒരു ഒന്നിയടിക്കാണ് നടക്കുക. ഇവന്മാർ കിഴക്കോട്ട് പോവുകയുണ്ട്. പിന്നെ കരണ്ട് അങ്ങ് പോയി. അപ്പം കരണ്ട് പോയി. അപ്പൊ ഇവന്മാരെല്ലാം ഇങ്ങനെ കൂടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് കരണ്ട് എല്ലാം അങ്ങ് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇന്ന് കരണ്ട് വരത്തില്ലയോ? അപ്പം ഇന്ന് വരത്തില്ല. ഞാനിവിടെ വന്ന് ഇങ്ങനെ എഴുതി ഇന്ന് കരണ്ട് വരത്തില്ലെന്ന് പറയുന്നു. എന്നെ എന്തൊക്കെയോ ചെയ്യാൻ ഇവന്മാർ, ഞാനിത് ഒറ്റയ്ക്കാ, എന്നെ എന്തൊക്കെയോ അപായപ്പെടുത്താൻ ഇവന്മാർക്ക് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു പറഞ്ഞപ്പോഴത്തേന് 5 മിനിറ്റ് കൊണ്ട് കരണ്ട് വന്നു. 5 മിനിറ്റ് കൊണ്ട് കരണ്ട് വന്നു. 5 മിനിറ്റ് അന്ന് കരണ്ട് വന്നു. ഇന്ന് കരണ്ട് വരത്തില്ല, നാളെ വരത്തുള്ളൂ പറഞ്ഞതാ. അങ്ങനെ നമ്മളെ ഒത്തിരി നോക്കിയവന്മാർ അതിനാ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് കഥ ഉണ്ടാക്കുവന്മാര്. പല നടിമാരുടെയും പല നടന്മാരുടെയും പല ആളുകളുടെയും ഇന്ന് പല രീതിയിൽ കൊല്ലപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുവന്മാര് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. വലിയ വലിയ ആൾക്കാർ കാർബൺ മോണോക്സൈഡ് വിഷം വാങ്ങിച്ച് ശ്വസിച്ച് മരിച്ചതൊക്കെ വെറുതെയാണ്. കാർബൺ മോണോക്സൈഡ് ഒക്കെ ഇവന്മാർ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അടിക്കുന്ന ടെക്നോളജി ഇവന്മാരുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും ഇന്നൊരാളിനെ വിളിച്ചപ്പോൾ അയാള് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന് അടുത്തിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ അയാൾ എന്നോട് ചോദിക്കുക. ഇത്ര മീറ്ററിനുള്ളിൽ ഇരിക്കുന്നവർക്ക് അത് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത്ര മീറ്റർ എന്റെ നെയ്ബേഴ്സിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുട്ടരം മുട്ടി. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്കുള്ളത്. പല പല രീതികളാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ ഇരുന്നൊന്ന് അടിക്കുന്നുണ്ട് എന്റെ മുഖത്തോട്ട് ഇങ്ങനെ എന്തോ ഇതടിക്കുക, ലേസർ ഇങ്ങനെ അടിക്കുക എന്റെ മുഖത്തോട്ട്. സർവ്വസമയവും ലേസറടിയ ഇവന്മാർക്ക്. എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം എഴുതി കഴിഞ്ഞു, ഏകദേശം എല്ലാം എഴുതി കഴിഞ്ഞു. 2-3 ഇവന്മാരിവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഇങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ യൂട്യൂബിനകത്ത് എല്ലാം ഉണ്ട് ഇവന്മാർ വന്ന് നിൽക്കുന്നതും. പിന്നെ എന്റെ ലൊക്കേഷൻ ഞാൻ പോകാത്തടുത്ത് എന്തുവാ ചിറയൻകീഴ് നെടുമങ്ങാടൊക്കെ എന്റെ ലാപ്പ് കാണിക്കുന്നതും പലത്. പിന്നെ ഏതോ വടക്കൻ വഴിക്കുള്ളതൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചിറയൻകീഴ് നെടുമങ്ങാടൊന്നും പോയിട്ടേ ഇല്ല. നമ്മുടെ ലാപ്പ് ഇവിടെ ഇരിക്കുകയാണ്.
അത് തന്നെ എറണാകുളത്തായിരുന്നു ലാപ്പ്. അത് ഇവിടെ കൊണ്ടുവന്ന് ഓലകെട്ടിക്ക് വടക്കോട്ട് ഇതിന്റെ ലാപ്പും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. വടക്കോട്ടല്ല തെക്കോട്ട്. അത് നെടുമങ്ങാട് ചിറയിൻകീഴൊക്കെയാണ് എന്റെ ലാപ്പ് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പല പല വേലകൈവന്മാരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാ, എന്തെല്ലാവോ കള്ളത്തരങ്ങളാ. അതിന് ഈ രമേശ് കുമാർ ഒരു നെടുമങ്ങാട്ടുകാരിയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. കല്യാണം കഴിക്കോ അതോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. രണ്ടാമത് കെട്ടിയെന്നൊക്കെയാ പറയുന്നത്. ഭയങ്കര കള്ളരാ ഇവര്, ഭയങ്കര കള്ളന്മാരാ. നമ്മളെ എങ്ങനെയും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നവന്മാരാ. CPM-ന്റെ ആൾക്കാരായോ അത്, CPM-ന്റെ. ഈ ബിജുപി എന്ന് പറയുന്നവൻ എന്റെ ആദ്യ കല്യാണം കഴിച്ചവനെ ഡിവോഴ്സ് ചെയ്തു. അവൻ ബിജുപി എന്ന് പറയുന്ന ഈ രാജമ്മ, എന്റെ ഈ അമ്മയെന്ന് പറയുന്നവരുടെ എന്താ പറയുന്നത് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവളെ ഇവിടെ കുറെ നേരം നിന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൾ എങ്ങനെയാ വരുന്നത് ചാക്ക് കെട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാവുന്നത്. 500 ചാക്ക് കെട്ടുമായിട്ടാണ് നടക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ